വനിതാ സാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ഏരിയ കമ്മിറ്റി അംഗവുമായ ഷീബ എം ജോണിന്റെ പ്രഥമ കവിതാ സമാഹാരമായ കവിത കവിയോട് ചെയ്യുന്നത് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കവി കുരീപ്പുഴ ശ്രീകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു. പണ്ടുകാലങ്ങളിൽ കവിതകളും കഥകളും എഴുതാൻ സ്ത്രീകൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ വനിതാ എഴുത്തുകാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ആ മാറ്റം സമൂഹത്തിന് ഏറെ ഗുണകരമാണെന്നും കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. അവിടെയാണ് കവിതയിലെല്ലാം കവിത സ്ത്രീകളില്ല. എത്ര സ്ത്രീകൾ നമുക്ക് ഭൂതകാലത്തേക്ക് സഞ്ചരിച്ചു പോയപ്പോൾ സീബയ്ക്കാണെങ്കിൽ ഗവേഷണം നടന്ന ആൾക്കാരാണ്. 12 ഭാഗമുണ്ട്. കേരള സർവകലാശാലയിലെ അധ്യാപിക എന്നുള്ള ഈശ്വരോടി ഇതുവരെ ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് എത്ര പഴകിയ കാലത്ത് നിന്നും ഒരു സ്ത്രീ കവിതയത്തേക്ക് കൊണ്ടുവരാൻ പറ്റും? ആകെക്കൂടി നമ്മൾ എത്തുന്നത് തോട്ടയ്ക്കാവുമെന്നാണ് സ്ത്രീ. തോട്ടയ്ക്കാട്ടിക്കാമ്മയുടെ കൃതികളൊന്നും ആർക്കും അറിയില്ലെങ്കിലും അവരെ കുറിച്ചുള്ള തിരശ്ലോകം മിക്കവാറും ആളുകൾക്ക് അറിയാം. അതാണ് പുരുഷന്മാരുടെ ഒരു സമീപനം എന്ന് പറയുന്നത്. പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് ലളിതാംബികാന്തർജനവും ബാലാമണിയമ്മയും സൂതോമരിക്കും അടുത്ത കാലം നമ്മൾ കണ്ട് നിൽക്കാൻ മരിച്ചുപോയ സൂതോമരിക്കും ഉണ്ടാകുന്നത്. മുതുകുളം പാർവതിയമ്മയും കടത്തനാട് മാധവിയമ്മയും ഒക്കെ ഉണ്ടാകുന്നത്. ഇതാണ് മലയാളത്തിൽ സ്ത്രീ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ എല്ലാ ദിവസവും എഴുതുന്ന സ്ത്രീകളുണ്ട്. എല്ലാ ദിവസവും ഒരാൾ എഴുതണം നിർബന്ധമില്ല. പക്ഷേ എല്ലാ ദിവസവും വായിക്കാൻ പാകത്തിന് ഏതെങ്കിലും ഒരു വനിതയുടെ കവിത നമുക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പ് കൂട്ടായ്മയിലോ എവിടെയെങ്കിലും കിട്ടുന്നതാണ്. ഒരു വായന തുറന്നാൽ സ്ത്രീകളുടെ കവിതകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുള്ളതാണ്. കവി കുരീപ്പുഴ ശ്രീകുമാറിൽ നിന്നും പുസ്തകത്തിന്റെ ആദ്യ പ്രതി കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ഏറ്റുവാങ്ങി. ഡോക്ടർ സീമ ജെറോം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി.കെ. അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ കെ.ബി. ശെൽവമണി, ബീന സജീവ്, എബി പാപ്പച്ചൻ, കുരീപ്പുഴ ജോഷുവ മാർട്ടിൻ, ഷാജി ഡെന്നിസ് എന്നിവർ പങ്കെടുത്തു. സ്ഥിതി പബ്ലിക്കേഷൻസാണ് പുസ്തകം പുറത്തിറക്കുന്നത്.